എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു തുടങ്ങിയ വേവ് ഓപ്റ്റിക്സ് ആണ് നമ്മൾ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ക്രിസ്റ്റ്യൻ ഹൈജൻസിൻ്റെ വേവ് തിയറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ആ വേവ് തിയറി യൂസ് ചെയ്തുകൊണ്ട് റിഫ്രാക്ഷൻ ഫ്രം എ റെയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. റിഫ്രാക്ഷൻ ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം നിങ്ങളൊരു അസൈൻമെൻറ്റായി ചെയ്തിട്ടുണ്ടാവും. ആ റിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രീക്വൻസി റിലേറ്റഡ് ആയ ഒരു കൺക്ലൂഷന് കൂടി ആ ഫിഗറിൽ നിന്ന് ഫോം ചെയ്യിച്ചു. ദാറ്റ് ഈസ് when a ray of light travels from one medium to another, frequency of light remains constant. ഇതായിരുന്നു നമുക്ക് കിട്ടിയ കൺക്ലൂഷൻ. ആ കൺക്ലൂഷനെ ബേസ് ചെയ്തിട്ട് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾ ആദ്യം ആ ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി ചെയ്യും. മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 589 നാനോമീറ്റർ is incident from air on a water surface. What are the wavelength, speed and frequency of A. reflected and B. refracted light? Given refractive index of water equals 1.33. See, നോക്കൂ ക്വസ്റ്റ്യൻ നോക്കൂ. A monochromatic light of wavelength 589 nanometer falls from air on water. ഞാൻ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടത്. എന്താ ഈ മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ? മോണോക്രോമാറ്റിക് മീൻസ് സിംഗിൾ കളർ ഓർ സിംഗിൾ വേവ് ലെങ്ത്. 589 നാനോമീറ്റർ അതിൻ്റെ വേവ് ലെങ്ത് ഫിക്സ്ഡ് ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. അങ്ങനെ 589 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ഒരു റേ ഓഫ് ലൈറ്റ് എയർ വാട്ടർ ഇൻ്റർഫേസിൽ ഫോളോ ചെയ്യുന്നു. അവിടെ രണ്ട് പ്രോസസ്സ് നടക്കാം. ഒന്ന്, ഈ ലൈറ്റ് ഇതുപോലെ റിഫ്ലക്റ്റ് ചെയ്യാം. രണ്ടാമത്തേത് വാട്ടറിലേക്ക് റിഫ്രാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു റിഫ്ലക്റ്റഡ് ലൈറ്റ് റേയും ഉണ്ട്, ഒരു റിഫ്രാക്റ്റഡ് ലൈറ്റ് റേയും ഉണ്ട്. അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേയുടെ ചില പ്രോപ്പർട്ടീസാണ്. അതുപോലെ റിഫ്രാക്റ്റഡ് ലൈറ്റ് റേസിൻ്റെ വേവ് ലെങ്ത്, ഫ്രീക്വൻസി, സ്പീഡ് അങ്ങനെയുള്ള പ്രോപ്പർട്ടീസാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ടത് reflected light ray is traveling through air while refracted light ray is traveling through water. ഇതറിയാമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. നമുക്ക് ആദ്യം ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ കൺസിഡർ ചെയ്യാം. എയറിൽ ഫോൾ ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് 589 നാനോമീറ്റർ എന്ന് അവർ ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേയും എയറിൽ തന്നെയാണ്. സോ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ ഹാസ് എ വേവ് ലെങ്ത് ഓഫ് the given value 589 നാനോമീറ്റർ. അതാണ് ആദ്യത്തെ പാർട്ടിൻ്റെ ആൻസർ. സെക്കൻഡ് പാർട്ടിൽ അവർ എന്താ ചോദിച്ചിരിക്കുന്നത്? സ്പീഡ് ഓഫ് റിഫ്ലക്റ്റഡ് ലൈറ്റ്. സ്പീഡ് ഓഫ് റിഫ്ലക്റ്റഡ് ലൈറ്റ് മീൻസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഈസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് അപ്രോക്സിമേറ്റ്ലി. അത് വാക്യൂത്തിലെ വാല്യൂ ആണെങ്കിലും എയറിലും നമുക്ക് അപ്രോക്സിമേറ്റ് ആയി അതേ വാല്യൂ തന്നെ കൺസിഡർ ചെയ്യാം. വൺ മോർ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് റിഫ്ലക്റ്റഡ് ലൈറ്റ്? റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെ വേവ് ലെങ്തും വെലോസിറ്റിയും നമുക്കിപ്പോൾ അറിയാം. ന്യൂ ഈക്വൽസ് c/λ അല്ലേ? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. വാട്ട് ഈസ് c? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 589 × 10⁻⁻9 മീറ്റർ. കാൽക്കുലേറ്റ് ചെയ്യൂ, വാല്യൂ പറഞ്ഞ്. യു ആർ ഗെറ്റിംഗ് ദ കറക്റ്റ് ആൻസർ ആസ് 5.09 × 10⁻14 ഹെഡ്സ്. നോക്കൂ, ലൈറ്റിൻ്റെ ഫ്രീക്വൻസി വളരെ ലാർജാണ്. കിട്ടിയിരിക്കുന്ന വാല്യൂ കണ്ടോ? 10⁻14 ഹെഡ്സ് ആണ്. വേവ് ലെങ്ത് അതുപോലെ വളരെ ചെറുതാണ് എന്നും അറിയുക, 589 നാനോമീറ്റർ. ഇനി നമുക്ക് റിഫ്രാക്റ്റഡ് ലൈറ്റിലേക്ക് വന്നാലോ. റിഫ്രാക്റ്റഡ് ലൈറ്റ് റേ ഈസ് ട്രാവലിംഗ് ത്രൂ വാട്ടർ. എയറിലായാലും വാട്ടറിലായാലും നമ്മൾ പഠിച്ച പ്രോപ്പർട്ടിയാണ് ഫ്രീക്വൻസി റിമെയിൻ സെയിം. So frequency of refracted light without any calculation we can directly say nu equals 5.09 × 10⁻14 ഹെഡ്സ്. ഇനി നമുക്ക് റിഫ്രാക്റ്റഡ് ലൈറ്റിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫോർ ദാറ്റ് യു ഹാവ് ദ ഡെഫിനിഷൻ ഓഫ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n equals c divided by v or v equals c/n. c velocity of light in air ആണ് and n is the absolute refractive index of water. ഈ രണ്ട് വാല്യൂവും ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. സോ യു വിൽ ഗെറ്റ് 3 × 10⁻8 meter per second
divided by 1.33. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ആൻഡ് യു ക്യാൻ സി ദ കറക്റ്റ് ആൻസർ ഈസ് 2.25 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. ക്വസ്റ്റ്യൻ്റെ അടുത്ത പാർട്ടിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് റിഫ്രാക്റ്റഡ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ്. ഫോർ ദാറ്റ് വി ക്യാൻ യൂസ് ദ റിലേഷൻ ലാംഡ ഈക്വൽസ് വി ബൈ ന്യൂ. വിയുടെ വാല്യൂ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു, 2.25 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ന്യൂ ഈസ് 5.09 ഇൻറ്റു 10⁻14. നേരത്തെ കിട്ടിയ എയറിലെ അതേ വാല്യൂ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. യു വിൽ ഗെറ്റ് ദ ആൻസർ. ആൻഡ് ദ കറക്റ്റ് ആൻസർ യു ആർ ഗെറ്റിംഗ് ഈസ് 4.42 ഇൻറ്റു 10⁻7 മീറ്റർ, ഓർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 442 നാനോമീറ്റർ. ഈ കിട്ടിയ ആൻസേഴ്സ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യണം. നിങ്ങൾ നോക്കേണ്ടത് എയറിൽ നിന്നും വാട്ടറിലേക്ക് വന്നപ്പോൾ വേവ് ലെങ്തിന് എന്ത് ചേഞ്ചാണ് ഉണ്ടായത് എന്ന് നോക്കുക. വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്തോ അതോ ഡിക്രീസ് ചെയ്തോ എന്ന് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയി വെലോസിറ്റിയിൽ എന്ത് ചേഞ്ചാണ് വന്നിരിക്കുന്നത് എന്നും നിങ്ങൾ തനിയെ ഒന്ന് ചെക്ക് ചെയ്യുക. ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന കാര്യം മറക്കരുത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഹൈജൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. Now we are going to explain reflection of plane waves using ഹൈജൻസ് പ്രിൻസിപ്പിൾ. ഇവിടെയും ഈ ഹൈജൻസ് കൺസ്ട്രക്ഷൻ ആണ് ഈ എക്സ്പ്ലനേഷൻ്റെ മേജർ പാർട്ട്. ആ ഹൈജൻസ് കൺസ്ട്രക്ഷൻ, ആ ഫിഗർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ നന്നായി ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. ഫിഗർ വരച്ച് കഴിയുമ്പോൾ എക്സ്പ്ലനേഷൻ ഏതാണ്ട് കംപ്ലീറ്റ് ആയി. ഞാൻ ഈ ഫിഗർ സ്ക്രീനിൽ കാണിക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളും എന്നോടൊപ്പം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ ഫിഗർ വരയ്ക്കുക. ദിസ് P' represents a reflecting surface. കഴിഞ്ഞ കേസിൽ നമ്മൾ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ് കൺസിഡർ ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല. P' is a reflecting surface. And see, AB is a plane wave front incident on the reflecting surface. AB wave front ആണെങ്കിൽ ഈ ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈറ്റ് റേസ് ഉണ്ടാവണമല്ലോ. ആ രണ്ട് ലൈറ്റ് റേസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, എ എന്ന പോയിന്റിൽ ഫോൾ ചെയ്യുന്ന ലൈറ്റ് റേ റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ അതേസമയം ബി എന്ന പോയിന്റിലെ ലൈറ്റ് റേ റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് എത്തിയിട്ടില്ല. ദാറ്റ് മീൻസ് ദ ലൈറ്റ് റേ അറ്റ് ബി വിൽ ടേക്ക് സം മോർ ടൈം ടു റീച്ച് ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. ആ ടൈമിനെ നമുക്ക് ടോ എന്ന് ഇമാജിൻ ചെയ്യാം. സോ ദാറ്റ് ലൈറ്റ് റേ ഹാസ് ടു ട്രാവൽ ദിസ് മച്ച് ഡിസ്റ്റൻസ് ഓൾസോ. That distance is BC. എന്തായിരിക്കും BC? ടോ എന്ന ടൈം കൊണ്ടാണ് ആ ലൈറ്റ് റേ അവിടെ എത്തിയത്. സോ ദ ഡിസ്റ്റൻസ് BC must be equal to V2, where V is velocity of light in that medium. So after a time of tau only, the light ray can reach C from B. നമുക്കിനി അറിയേണ്ടത് ഈ ടോ എന്ന ടൈമിൽ എ എന്ന പോയിന്റിൽ ഫോളോ ചെയ്ത ലൈറ്റ് റേ എന്ത് ചെയ്യും? ആ ലൈറ്റ് റേ ഈ സമയം കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് അല്പം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും ഈ ലൈറ്റ് റേ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക? അതാണ് നമുക്കിനി അറിയേണ്ടത്. നോക്കൂ, റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതും സെയിം മീഡിയത്തിലേക്ക് തന്നെയല്ലേ? റിഫ്രാക്ഷനിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് ആണ്. റിഫ്ലക്റ്റഡ് ലൈറ്റ് റേയുടെ വെലോസിറ്റി v തന്നെയാണ്. ഇഫ് സോ, ഇറ്റ് ഹാസ് ട്രാവൽഡ് എ ഡിസ്റ്റൻസ് ഓഫ് v2 ഇൻ ദ സെയിം മീഡിയം. സോ V2 എന്ന ഡിസ്റ്റൻസ് റേഡിയസ് ആക്കിക്കൊണ്ടും എ എന്ന പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ടും ഞാനൊരു സ്ഫിയർ കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ സ്ഫിയറിൻ്റെ ഒരു പാർട്ട് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഫ്രം ദ പോയിന്റ് സി ഐ എം ഡ്രോയിങ് എ സർഫസ് ടാൻജൻറ്റ് ടു ദി സ്ഫിയർ. ആ സർഫസ് ടാൻജൻറ്റിനെ ഞാൻ CD എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് CD ഈസ് ദ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ കൂടി വരയ്ക്കുന്നതിനായി നോക്കി, സി എന്ന പോയിന്റിൽ നിന്നും നമ്മൾ വരച്ച വേവ് ഫ്രണ്ട് ഡി എന്ന പോയിന്റിലാണ് സ്ഫിയറിനെ ടച്ച് ചെയ്യുന്നത്. സോ വി ക്യാൻ ജോയിൻ ദ പോയിന്റ് എ വിത്ത് ദ പോയിന്റ് ഡി. ഈ AD എന്നത് റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ ആണ്. ഈ എ എന്ന പോയിന്റിൽ നമുക്കൊരു നോർമൽ വരയ്ക്കാം. നോർമൽ ടു ദ സർഫസ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. നൗ യു ക്യാൻ സി the incident light ray is making an angle I with the normal. That is the angle of incidence. The reflected light ray is now making an angle, say R, with the same normal. So R is the angle of reflection.
നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദിസ് ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്നാണ്. അതിനുവേണ്ടി യൂസിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജോമെട്രി യു ക്യാൻ വെരി ഈസിലി ഷോ ദാറ്റ് ആംഗിൾ ബി എ സി ഈസ് ഐ. സിമിലർലി you can prove angle DCA is R. ഇത്രയുമായപ്പോഴേക്കും നമ്മളുടെ geometrical construction complete ആണ്. Here you can see two triangles. See, there is a triangle ADC. And there is another triangle ABC. And you can see these two triangles are congruent. Since these two triangles are congruent, directly you can say angle I is equal to angle R, and hence we can prove the law of reflection. ഇത്ര ഈസിയായി ഹൈജൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യാൻ പറ്റും. ലൈറ്റിനെ വേവായി മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ലൈറ്റിൻ്റെ ഇൻ്റർഫറൻസ്. തിൻ ഫിലിംസിൽ കളേഴ്സ് കാണുന്നത് ഈ ഇൻ്റർഫറൻസ് കൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഈ ഇൻ്റർഫറൻസ് ഹൈജൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് നിങ്ങളൊന്ന് ഓർക്കണം. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മയുണ്ടോ? ലെറ്റ് ടു ഓർ മോർ വേവ്സ് ആർ ട്രാവലിംഗ് ത്രൂ എ മീഡിയം. ഈ ഓരോ വേവിനും ഒരു പോയിന്റിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. The net displacement is the vector sum of displacements due to individual waves. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു പ്രോഗ്രസീവ് വേവ് ആണ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് നോക്കൂ. ആംപ്ലിറ്റ്യൂഡ് ഈസ് 1 unit. Now you can see one more wave, and these two waves are in same phase, and amplitude of the second wave is 1.5 units. നമുക്ക് ഇനി ഈ രണ്ട് വേവിൻ്റെയും കൂടി റിസൾട്ടൻ്റ് വേവ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റിസൾട്ടൻ്റ് വേവ് ആണ്. ആ റിസൾട്ടൻ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒന്ന് സ്ക്രീനിൽ നോക്കൂ എത്രയാണെന്ന്. യു ക്യാൻ സീ ഇറ്റ് ഈസ് 2.5 units. എങ്ങനെയാണ് ഈ 2.5 വന്നത്? 1.5 units പ്ലസ് 1 unit. അതാണ് ഈ 2.5 units ആയി മാറിയത്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഒരു സിറ്റുവേഷനോട് ഇമാജിൻ ചെയ്യൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 1.5 യൂണിറ്റ് ആംപ്ലിറ്റ്യൂഡ് ഉള്ളൊരു വേവാണ്. ഇതിനോടൊപ്പം ഞാൻ 1 യൂണിറ്റ് ആംപ്ലിറ്റ്യൂഡ് ഉള്ളൊരു വേവിനെ ഓപ്പോസിറ്റ് ഫേസിൽ ആഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം രണ്ടാമത്തെ വേവ്, ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഫേസ് വിത്ത് ദ ഫസ്റ്റ് വേവ്. ഇനി നമുക്ക് രണ്ട് വേവിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് കൺസിഡർ ചെയ്യാം. നോക്കൂ, റിസൾട്ടൻ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ 0.5 യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് 1.5 മൈനസ് 1. ഇങ്ങനെ വെക്ടർ സം എടുത്താണ് ഒന്നിലധികം വേവ്സ് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്. നമുക്കിനി പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ഒരു റിയൽ സിറ്റുവേഷനിൽ ഒന്ന് വാച്ച് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് രണ്ട് സോഴ്സസ് ഓഫ് വേവ്സ് കാണാം. ഈ ആദ്യത്തെ സോഴ്സിൽ നിന്നും ഞാനൊരു വേവ് ഈ മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യിക്കുന്നു. നോക്കൂ എന്ത് ചേഞ്ചാണ് കാണുന്നത് എന്ന് നോക്കുക. ഇവിടെ നിങ്ങൾക്കൊരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജിയാണ് കാണാൻ പറ്റുക. ഇനി നമുക്ക് ചെയ്യാവുന്നത്, ഇവിടെ ഒരു സോഴ്സും കൂടിയുണ്ട്. ഞാൻ ഈ രണ്ട് സോഴ്സിൽ നിന്നും ഒരുമിച്ച് വേവ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യിക്കുന്നു എന്ന് കരുതും. സ്ക്രീനിലേക്ക് നോക്കൂ എന്ത് ഡിഫറൻസ് ആണ് വരുന്നത് എന്ന്. നോക്കൂ, ചില സ്ഥലങ്ങളിൽ ഇൻറ്റൻസിറ്റി കൂടുന്നു, മറ്റ് ചില സ്ഥലങ്ങളിൽ ഇൻറ്റൻസിറ്റി കുറയുന്നു അല്ലേ? അതിനെ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ബ്ലാക്കും വൈറ്റുമായി സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലേ? ഇതിനെ നമുക്ക് ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്കൊരു റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി കാണാൻ പറ്റും. ദിസ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഇൻ എ മീഡിയം വെൻ 2 or more waves interfere is called interference. ഇത് എനർജിയുടെ ഒരു റീഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ്, അല്ലാതെ എനർജി ഡിസ്ട്രോയ് ചെയ്തു പോകുന്നു അല്ലെങ്കിൽ പുതിയതായി എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് വിചാരിക്കരുത്. ഇനി നമുക്ക് വേണ്ടത് ഹൈജൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ഇവിടെ ഫോം ചെയ്തത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതിനായി ഇവിടെ രണ്ട് സോഴ്സസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സോഴ്സസിനെ ഞാൻ S1 എന്നും S2 എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്.
കണ്ടിന്യൂസ് ആയി ഈ സോഴ്സസ് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. സോ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ വേവ്സ് ഇൻ്റർഫിയർ ചെയ്യും. ഈ S1 എന്ന സോഴ്സിൽ നിന്നും വേവ് പി എന്ന പോയിന്റിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ S2 എന്ന പോയിന്റിൽ നിന്നും വേവ് പി എന്ന പോയിന്റിലേക്ക് എത്തുന്നുണ്ട്. ഇത് ട്രാവൽ ചെയ്യുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് ആകണം എന്നില്ല. സോ ദർ ഇസ് എ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ S1P ആൻഡ് S2P. അത് തമ്മിലൊരു പാത്ത് ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിയിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന വേവ്സ് തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട് എന്നല്ലേ മീനിങ്. ആൻഡ് ഹിയർ വി ആർ അസ്യൂമിങ് ദാറ്റ് the phase difference is a constant. Constant in the sense the phase difference of the waves reaching the point P is not changing with time. ടൈമിനനുസരിച്ച് ആ ഫേസ് ഡിഫറൻസ് മാറുന്നില്ല എന്ന് വിചാരിക്കൂ. If so, you can call these sources as coherent sources. ആ കൊഹീറൻറ്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന രണ്ട് വേവ്സിനെ ഞാൻ മാത്തമെറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് y1 ഈക്വൽസ് a cos omega t. അതിൽ നമുക്കറിയാം എ എന്നത് ആ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ആ വേവ് കൊണ്ടുള്ള ഇൻറ്റൻസിറ്റി എ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കുകയും ചെയ്യും. ബിക്കോസ് വി നോ ഇൻറ്റൻസിറ്റി ഓഫ് എ വേവ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്. നൗ യു കൺസിഡർ ദ സെക്കൻഡ് വേവ്. Second wave can be expressed as y2 equals a cos omega t plus phi, where phi is the phase difference between y1 and y2. നമ്മൾ ഈ ഫൈയുടെ കാര്യമാണ് പറഞ്ഞത്. phi is a constant and it do not vary with time. So what will be the net displacement? അത് നമുക്ക് y എന്ന് മാർക്ക് ചെയ്യാം. So y equals y1 plus y2. ഈ y1ൻ്റെയും y2ൻ്റെയും വാല്യൂസ് നമുക്കിതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക? y ഈക്വൽസ് എ കോസ് ഒമേഗ ടി പ്ലസ് എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. ഇതിനെ നമ്മളൊന്ന് മാത്തമെറ്റിക്കലി സിംപ്ലിഫൈ ചെയ്യുന്നു. നമ്മളിപ്പോൾ ആ സിംപ്ലിഫിക്കേഷനിലേക്ക് പോകുന്നില്ല. സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. y ഈക്വൽസ് 2a കോസ് 5/2 കോസ് ഒമേഗ ടി പ്ലസ് 5/2. ഈ റിസൾട്ടിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കൂ. 2a cos 5/2 എന്നൊരു ടേം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ ദിസ് ഇക്വേഷൻ ഹാസ് ദ ഫോം y ഈക്വൽസ് a cos ഒമേഗ ടി പ്ലസ് 5/2. ഇതും ഒരു ഹാർമോണിക് വേവ് ആണ്. നമ്മൾ ആഡ് ചെയ്ത രണ്ട് വേവ്സും ഹാർമോണിക് ആണ്. റിസൾട്ടിംഗ് വേവ് ഓൾസോ ഈസ് എ ഹാർമോണിക് വേവ്. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ടിംഗ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കണമല്ലോ. സോ വി ക്യാൻ റൈറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ദ റിസൾട്ടിംഗ് വേവ് I equals 4a square cos square 5/2. ഈ ഇക്വേഷനിൽ നിന്നും നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് കിട്ടും. ആ എ സ്ക്വയർ എന്ന് പറയുന്ന ടേം നോക്കൂ. എ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു വേവ് കൊണ്ടുള്ള ഇൻറ്റൻസിറ്റിയാണ്. ഐ എന്നത് നെറ്റ് ഇൻറ്റൻസിറ്റിയാണ്. ആ നെറ്റ് ഇൻറ്റൻസിറ്റി ഒരു വേവ് കൊണ്ടുള്ള ഇൻറ്റൻസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ രണ്ട് വേവ്സിനും ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന ഫൈ എന്ന ടേമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് ഐ എം ഗോയിങ് ടു അസ്യൂം ദാറ്റ് ദ ഫേസ് ഡിഫറൻസ് ഫൈ ഈസ് ഈക്വൽ ടു 0. ഫൈ 0 ആണെങ്കിൽ ഇൻറ്റൻസിറ്റി എന്ത് വരും? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഐ ഈക്വൽസ് 4a സ്ക്വയർ ഇൻറ്റു കോസ് 0 അല്ലേ? കോസ് 0 എത്ര? 1. സോ വാട്ട് ഈസ് ഇൻറ്റൻസിറ്റി? ഇൻറ്റൻസിറ്റി ഐ ഈക്വൽസ് 4a സ്ക്വയർ ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഇൻറ്റൻസിറ്റി ഈസ് മാക്സിമം. ഈ എ സ്ക്വയർ എന്നത് ഒരു വേവ് കൊണ്ടുള്ള ഇൻറ്റൻസിറ്റി അല്ലേ? അതിനെ നമ്മൾ I0 എന്ന് മാർക്ക് ചെയ്താൽ യു ക്യാൻ റൈറ്റ് ഐ മാക്സിമം ഈക്വൽസ് 4I0. ഇനി ഇൻറ്റൻസിറ്റി മാക്സിമം ആവാൻ ഫേസ് ഡിഫറൻസ് 0 തന്നെ ആകണമെന്നുണ്ടോ? 2π ആയാൽ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ടേക്ക് phi ഈക്വൽസ് 2π. സോ വാട്ട് ഈസ് ഇൻറ്റൻസിറ്റി? ഐ ഈക്വൽസ് 4a സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ പൈ എന്ന് മാറും അല്ലേ? 2π/2 അത് പൈ എന്ന് മാറും. Then also you can see that the intensity is 4a square. So നമുക്ക് പറയാൻ പറ്റും ഇൻറ്റൻസിറ്റി മാക്സിമം ആകണമെങ്കിൽ the phase difference phi must be 0 plus or minus 2π. ഇനി ഉണ്ടാവുമോ വാല്യൂസ്? അതെ, പ്ലസ് ഓർ മൈനസ് 4π പ്ലസ് ഓർ മൈനസ് 6π എക്സെട്ര. ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ രണ്ട് വേവ്സിനും ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് ആണ്. ഇതിനെ നമുക്ക് കറസ്പോണ്ടിങ് പാത്ത് ഡിഫറൻസിലേക്ക് മാറ്റിയാലോ? നമുക്കറിയാം എ ഫേസ് ഡിഫറൻസ് ഓഫ് 2π കറസ്പോണ്ട്സ് ടു എ പാത്ത് ഡിഫറൻസ് ഓഫ് ലാംഡ. സോ ദി പാത്ത് ഡിഫറൻസസ് ആർ
0, lambda or 2 lambda, 3 lambda, etc. So we can say if the path difference is equal to n lambda, where n equals 0, 1, 2, 3, etc., the point will be of maximum intensity. This phenomenon is called constructive interference. So finally we are getting the condition for constructive interference. You remember that if the path difference between the waves is n lambda, where n equals 0, 1, 2, 3, etc., the point will be bright. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ബ്രൈറ്റ് ബാൻഡ്സ് ഫോം ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി ഇൻ്റർഫറൻസ് പാറ്റേണിൽ നമുക്ക് ഡാർക്ക് ബാൻഡ്സും ഉണ്ട്. ഈ ഡാർക്ക് ബാൻഡ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായി നമുക്ക് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വി ഹാവ് ദ ഇക്വേഷൻ I equals 4a² cos² 5/2 and let's assume phi equals pi. ഫൈക്ക് നമ്മൾ പൈ എന്ന വാല്യൂ കൊടുത്താൽ ഇൻറ്റൻസിറ്റിക്ക് എന്ത് പറ്റുമെന്ന് നോക്കൂ. I equals 4a² cos² pi/2 എന്ന് മാറും അല്ലേ. cos pi/2 എന്താ? 0 ആണ്. സോ ദ ഇൻറ്റൻസിറ്റി വിൽ ബിക്കം 0. അപ്പോൾ ഇൻറ്റൻസിറ്റി 0 ആവണമെങ്കിൽ the phase difference between the waves must be plus or minus pi. വേറെ വാല്യൂസ് പോസിബിൾ ആണോ? പ്ലസ് ഓർ മൈനസ് 3 pi. അതെ, ഇനിയും പോസിബിൾ ആണ്. പ്ലസ് ഓർ മൈനസ് 5 pi. ഓർ ദ കറസ്പോണ്ടിങ് പാത്ത് ഡിഫറൻസ് മസ്റ്റ് ബി, പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്ത് ഡിഫറൻസ് നമുക്കറിയാം λ/2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ മാറ്റി എഴുതാമല്ലോ. പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു λ/2 ഓർ 3 λ/2 or 5 λ/2 etc. ഇതിനെ നമുക്കൊന്ന് ജനറലി എഴുതാം. പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 2n - 1 into λ/2 where n equals 1, 2, 3 etc. So if the path difference between the waves is equal to 2n - 1 into λ/2 where n equal to 1, 2, 3 etc., the point P will be of minimum intensity, or the point P will be dark. This phenomenon is called destructive interference. നമുക്ക് constructive interference ന്റെ കണ്ടീഷൻ ഒന്ന് എഴുതാം. The condition is path difference is equal to n lambda. Remember n equal 0, 1, 2, 3 etc. എന്തായിരുന്നു കണ്ടീഷൻ ഫോർ destructive interference? Path difference is equal to 2n - 1 into λ/2, n equals 1, 2, 3 etc. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫൈയുടെ വാല്യൂസാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ വാല്യൂസ് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഓൾട്ടർനേറ്റായി ബ്രൈറ്റും ഡാർക്കും വരുന്നത് എന്ന്. നോക്കൂ, ഫേസ് ഡിഫറൻസ് 0 കറസ്പോണ്ട്സ് ടു ബ്രൈറ്റ്, പൈ കറസ്പോണ്ട്സ് ടു ഡാർക്ക്, 2 pi കറസ്പോണ്ട്സ് ടു ബ്രൈറ്റ്, 3 pi കറസ്പോണ്ട്സ് ടു ഡാർക്ക്. ഇങ്ങനെയാണ് ഓൾട്ടർനേറ്റായി ബ്രൈറ്റും ഡാർക്കും ബാൻഡ്സ് ഫോം ചെയ്യുന്നത്. ഇൻ്റർഫറൻസ് ബാൻഡ്സിൻ്റെ ഇൻറ്റൻസിറ്റിയെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. ഇൻ ആൻ ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ് യൂസിങ് മോണോക്രോമാറ്റിക് ലൈറ്റ് of wavelength lambda, the intensity of light at a point where the path difference is lambda is k units. What is the intensity of light at a point where the path difference is lambda by 3? ഒന്ന് വായിച്ചു നോക്കി, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ഒരു ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ രണ്ട് ലൈറ്റ് വേവ്സ് ഇൻ്റർഫിയർ ചെയ്തു. ആ പോയിന്റിലെ പാത്ത് ഡിഫറൻസ് ലാംഡയാണ്, അവിടുത്തെ ഇൻറ്റൻസിറ്റി k യൂണിറ്റ്സും ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ λ/3 പാത്ത് ഡിഫറൻസ് വരുന്ന മറ്റൊരു പോയിന്റിൽ എത്രയായിരിക്കും ഇൻറ്റൻസിറ്റി ഇൻ ടേംസ് ഓഫ് k, എത്ര യൂണിറ്റ്സ് ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ഡയറക്റ്റായിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. നമുക്ക് ആ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എഴുതൂ, ഇക്വേഷൻ ഫോർ ഇൻറ്റൻസിറ്റി I equals 4a² cos² 5/2. ആദ്യത്തെ കേസിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻറ്റൻസിറ്റി I equals k when the path difference is lambda. പാത്ത് ഡിഫറൻസ് ലാംഡയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് 2 pi ആയിരിക്കും. ദാറ്റ് മീൻസ് I equal to k when phi equals 2 pi. ഈ രണ്ട് വാല്യൂവും കൂടി ഈ കാണുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും.
സിംപ്ലിഫൈ ചെയ്തേ. So you are getting the equation k equals 4a square cos square 2 pi by 2. അല്ലേ? അതെങ്ങനെയാണ് മാറുന്നത് നോക്കൂ. This is equal to 4a square cos square pi. Cos pi minus 1 ആണ് അല്ലേ? പക്ഷേ അതിൻ്റെ സ്ക്വയർ അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. So it will become plus 1. So you will get k equals 4a square. You mark it as equation number 1. Coming back to our equation for intensity, I equals 4a square cos square 5 by 2. We have to calculate the intensity when the path difference is lambda by 3. We know lambda corresponds to 2 pi. If so, lambda by 3 corresponds to 2 pi by 3. 2 pi by 3 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രീസാണ്? 2 into 180 by 3 അല്ലേ? മീൻസ് 120. So 5 equals 120 degree. ഇത് തൊട്ട് മുകളിലെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. I equals 4a square cos square 120 അല്ല 120 divided by 2. So that equation becomes I equals 4a square cos square 60. Cos 60 എത്ര? 1 by 2 അല്ലേ? Cos square 60 ആണെന്ന് ഓർക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. I equals 4a square into 1 by 4. From equation 1, you know 4a square is k. So the intensity is k divided by 4. So that is the final answer. Intensity at a point where the path difference is lambda by 3 is k by 4 units. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ്. നമ്മൾ ആ ബാൻഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടിട്ടില്ല. ഈ ബാൻഡ്സിൻ്റെ വിഡ്ത്ത് തുടങ്ങിയുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ കാൽക്കുലേഷൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.